അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം എന്താണ് എന്നുള്ളത് ഡോക്ടർമാർ കണ്ടെത്തി, കുറച്ച് ക്യാൻസറാണ്, അത് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖിനോട് പറയുന്നില്ല. ഷെയ്ഖ് ഡോക്ടറോട് നിർബന്ധിച്ച് പറയിപ്പിച്ചു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ചിരിച്ചു എന്നാണ്, പുഞ്ചിരിച്ചു. എന്നിട്ട് ഷെയ്ഖ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള വാചകം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയണത് സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇന്നൽ ഇൻസാനൽ മുഅ്മിൻ ഇദാ ഖാമ ബിതാഅത്തില്ലാഹ് വഫഅല അവാമിറഹു വജ്തനബ നവാഹിയഹു. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു, അവന്റെ കൽപ്പനകൾ നിറവേറ്റി അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞു. ഫഇന്നഹു ലാ യർജു ബിദാലിക ഇല്ലാ റഹ്മത്തല്ലാഹി വദുഖൂലഹുൽ ജന്ന. അയാൾ ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ അവസ്ഥ. അയാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ വലാ യുംകിനു അൻ യസിലൽ ഇൻസാനു ഇലൽ ജന്ന ഇല്ലാ ബിൽ മൗത്ത്. മരിക്കാതെ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വൽ മൗതു ഖദ് കുതിബ അലാ ജമീഇൽ ബശരിയ്യ. എല്ലാവർക്കും മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫമർഹബൻ ബിൽ മൗത്ത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾക്ക് പരിശോധനയിൽ നിങ്ങൾക്ക് ക്യാൻസറാന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഫമർഹബൻ ബിൽ മൗത്ത് ഇദാ കാനൽ മൗതു ഹുവല്ലദീ ബൈനനാ വബൈനൽ ജന്ന. സ്വർഗത്തിനും നമ്മൾക്കും ഇടയിൽ ഒരു തടസ്സം മരണമാണെങ്കിൽ, മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ മരണത്തിന് സ്വാഗതം എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്നാണ്. പിന്നീട് ഷെയ്ഖ് അദ്ദേഹം ചികിത്സ നടത്തുന്നുണ്ട്. ഗവൺമെന്റ് അവരുടെ ചെലവേറ്റെടുത്ത് അമേരിക്കയിൽ ചികിത്സക്ക് കൊണ്ടുപോകുന്നു. ഷെയ്ഖിന്റെ താല്പര്യത്തിലല്ല, പ്രത്യേകിച്ചും ഉലാത്തുൽ അമറുകളുടെ താല്പര്യത്തിന് കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ട്. അവിടെയും ആ ചികിത്സന്റെ സമയത്തും അമേരിക്കയിലെ പല മസ്ജിദുകളിലും സെന്ററുകളിലൊക്കെ അദ്ദേഹം ദർശെടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നു. രോഗം ഭേദപ്പെട്ടില്ല, കുറച്ച് കഠിനമായി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന് മരിക്കണമെന്ന് 2 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അദ്ദേഹം പറയാറുണ്ടെന്നാണ്, അബ്ദുള്ള ഖാൻ എന്ന് പറയുന്ന ശിഷ്യൻ പറയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാ അതമന്ന മൗത ഷഹാദ, എനിക്ക് ഷഹീദായി മരിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, അദ്ദേഹം ഷഹീദാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അൽ മബ്തൂനു ഷഹീദ്, വയറിന് അസുഖം ബാധിച്ച് മരിക്കുന്ന ആൾ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തിന് വയറിന് ബാധിച്ച ഒരു അസുഖം വയറിലുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഷഹീദാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് കാണാം. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യൻ പറയാണ്, അന ഉരീദു അൻ അമൂത വഅന ഖരീബുൻ മിനൽ കഅബതി അൻഷുറുൽ ഇൽം, കഅബയുടെ പരിസരത്ത് ഇൽമ് പ്രചരിപ്പിക്കുന്ന സമയത്ത് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ്. വകാന ശൈഖു യറാ നശ്റൽ ഇൽമി മിൻ അഅളമിൽ ഖുർബാത്ത്. ഷെയ്ഖ് ഏറ്റവും മഹത്തരമായൊരു പുണ്യകർമ്മമായി മനസ്സിലാക്കിയത് ദീന് പ്രചരിപ്പിക്കുക, ഇൽമ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ജിദ്ദയിൽ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് കുറച്ച് അസുഖം കഠിനമായി. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നത് വരെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചികിത്സ ഡോക്ടർ പറയാനും, ഇന്നഹു കാന യഖറഉൽ ഖുർആനൽ കരീം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുമ്മ ദഖല ഫീ ഗൈബൂബ, ബോധക്ഷയനായി കോമാ സ്റ്റേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു 1:30 മണി ഒക്കെ സമയമായപ്പോൾ, അഥവാ ശവ്വാൽ 15 1421 ഉച്ചക്ക് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു. ഒരു 5:50 ആയപ്പോൾ അദ്ദേഹം വഫാത്തായി എന്നുള്ളതാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ നമ്മയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.